ഈ ഉരുട്ട് വണ്ടിയിൽ പോകുന്നതിനെക്കാട്ടി ഞാൻ നടന്നു പോകുന്നതായിരുന്നു നല്ലത്. ഇറങ്ങി പോടാ. ആരെങ്കിലും വേണ്ടെന്ന് പറഞ്ഞോ? ആ ശരി, പോ. ആരോ ഫോൺ ചെയ്യുന്നു. ഞാൻ നോക്കാം. ശ്രദ്ധിച്ചടാ, നോക്കി. അയ്യോ അളിയാ, ഏതോ പുതിയ നമ്പറാ. ഹലോ ഹലോ, ജഗന്നാഥൻ അല്ലേ? ആ ഞാൻ സിറ്റി വനിതാ പോലീസ് സ്റ്റേഷനിൽ നിന്നാണ് നിങ്ങളെ വിളിക്കുന്നത്. നിങ്ങള് സന്ധ്യയുടെ അമ്മാവനല്ലേ? മാഡം, അതെ മാഡം, ഞാൻ തന്നെയാ. എന്ത് പറ്റി മാഡം? മരുമകളെ ദ്രോഹിച്ച് സ്വന്തം വീട്ടിലേക്ക് പറഞ്ഞു വിട്ടിട്ട് ഇപ്പൊ എന്നോട് തന്നെ എന്താണെന്ന് ചോദിക്കുവാണോ? സ്ത്രീകളെ പീഡിപ്പിച്ചാൽ എന്താ ശിക്ഷ എന്നറിയാമോ? കുറഞ്ഞ പക്ഷം 3 വർഷം ജയിലിൽ കിടക്കേണ്ടി വരും. മാഡം, നിങ്ങൾ തെറ്റിദ്ധരിച്ചിരിക്കുക. ഞാൻ എന്തിനാ എന്റെ മരുമകളെ തല്ലുന്നത് മാഡം? അപ്പോ അവരുടെ തലയിലെ ബാൻഡേജ്, മുറിവ്? മാഡം, പുറത്ത് ബാൻഡേജ് മാത്രമേ ഉള്ളൂ, അകത്ത് മുറിവൊന്നും ഇല്ല. ഫാമിലി പ്രോബ്ലം മാഡം. ചെറിയൊരു നാടകം കളിക്കുക, അത്രേ ഉള്ളൂ. ഞാൻ സത്യം പറയുക മാഡം, ഞങ്ങളുടെ സ്നേഹമുള്ള മരുമോളെ വളരെ ഭംഗിയായിട്ടാ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതല്ല മാഡം, മാഡത്തിന് കംപ്ലൈന്റ് തന്നതാരാ? അതൊക്കെ നിങ്ങൾ എന്തിനാ അറിയുന്നേ? കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോ തന്നെ നിങ്ങളുടെ മരുമകളെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകണം. ആ പിന്നൊരു കാര്യം, വീണ്ടും ഇതുപോലെ എന്തെങ്കിലും കംപ്ലൈന്റ് ഞങ്ങൾക്ക് കിട്ടിയാലുണ്ടല്ലോ, നിങ്ങൾക്കെതിരെ ആക്ഷൻ എടുക്കേണ്ടി വരും. ഓർമ്മയിരിക്കട്ടെ. ചില ആളുകളോട് നല്ല രീതിക്ക് സംസാരിച്ച നമ്മുടെ വഴിക്ക് വരില്ല. അവരുടെ റൂട്ടിൽ തന്നെ പോയേ പറ്റൂ. എന്താ അളിയാ, തലയിൽ വല്ല ഇടുത്തിയും വീണോ? ഒന്ന് തന്നാലുണ്ടല്ലോ. വണ്ടി പിടിക്ക. ഈ വണ്ടി തള്ളിക്കൊണ്ട് എന്റെ പുറകെ വാ. അളിയാ, അളിയാ നിക്കളിയാ, നിക്ക്. എന്റെ ഫോണിതാ, പൊട്ടതാ, വേഗം വാ. ഇളയച്ച, എനിക്ക് ഇളയച്ചനെ കാണുമ്പോഴെല്ലാം എന്നെയും എടുത്ത് ഇളയച്ചൻ ഈ വീട് മുഴുവൻ ചുറ്റി നടന്ന കാര്യങ്ങൾ എനിക്ക് ഓർമ്മ വരിക. എന്റെ മോളെ ഇളയച്ചൻ അതുപോലെ എടുത്തുകൊണ്ട് നടക്കണമെന്ന് ഞാൻ ചിലപ്പോഴൊക്കെ ആഗ്രഹിക്കാറുണ്ട്. പക്ഷെ ഒരാഗ്രഹവും നടക്കാൻ കഴിയാത്ത രീതിയിൽ നമ്മളെ അയാൾ ഈ അവസ്ഥയിൽ എത്തിച്ചു. അന്ന് കാറിലുണ്ടായിരുന്നത് നമ്മൾ മാത്രമായിരുന്നു. ഇളയമ്മ എല്ലാ കാര്യങ്ങളും മറന്ന് അയാൾക്ക് മാപ്പ് കൊടുത്തു. വേദന ഉള്ളിൽ ഒതുക്കി ചിരിച്ചുകൊണ്ട് നടക്കുകയാണ് ഇളയമ്മ. ഇളയച്ചനാണെങ്കിലോ എന്ത് നടന്നാലും ഒന്നും അറിയാതെ ഇങ്ങനെ കിടക്കുന്നു. എല്ലാ ദിവസവും അമ്മയുടെ ഫോട്ടോ നോക്കി വിഷമത്തോടെ ദിവസം തള്ളി നീക്കുവാണ് ഞാൻ. ഇളയമ്മയെ കാണുമ്പോൾ എനിക്ക് എൻ്റെ അമ്മ ഓർമ്മ വരുന്നേ. ഇന്ന് ഇളയമ്മയുടെ കണ്ണീര് കണ്ട് സഹിക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞേ. പക്ഷെ ഇന്ന് ഇളയമ്മയാ എനിക്കെതിരെ നിന്ന് സംസാരിച്ചത്. ആദി, മനസ്സിന് ധൈര്യം കൊടുക്ക്. മുത്തശ്ശി എവിടെ പോയതാ? വാ വാ വാ, എന്തെങ്കിലും തീരുമാനം പറയ്, ഇല്ലെങ്കിൽ ഇത് ഇവിടെ കൊണ്ടൊന്നും അവസാനിക്കില്ല. തീരുമാനമെടുക്കാൻ ഞാനാരാ? ആ നെറികെട്ടവനെ കല്യാണം കഴിക്കണമെന്ന് ഞാനാണോ പറഞ്ഞത്? വീടിന് മുന്നിൽ വന്ന് കണ്ണീർ പൊടിക്കുന്നത് ഞാൻ കാരണമാണോ? ഇപ്പൊ തീരുമാനമെടുക്കാൻ ഞാൻ വേണോ അല്ലേ? ഈ കിളവൻ ഇതെന്തു പറ്റി? എന്തിനാ ഇത്ര വാശിയോടെ സംസാരിക്കുന്നേ? വണ്ടി ഓഫാക്കടാ. അയ്യോ ഈശ്വര, എന്റെ പൊന്നു മരുമോളെ. അയ്യോ ഇത് പിടിടാ. അയ്യോ എന്റെ പൊന്നു മരുമോളെ, നീ എന്തിനാ മോളെ ഇങ്ങനെയൊക്കെ ചെയ്ത്? മോളെ, നിന്നെ ഞങ്ങൾ എല്ലാരും നന്നായിട്ടല്ലേ നോക്കുന്നത്? വാ തുറന്ന് പറ മോളെ. ഓ അതല്ല പിന്നെ പറയാം മോളെ. അവിടെ നിന്റെ അമ്മ, ഭർത്താവ്, നാത്തൂൻ എല്ലാരും നോക്കിയിരിക്കുക. നീ എന്റെ നല്ല മരുമോളല്ലേ. വാ മോളെ പോകാം. ഏയ്, നിങ്ങളെന്താ കളിക്കാണോ? ഞാൻ നിങ്ങളെ വീട്ടിൽ വന്നപ്പോഴേ പറഞ്ഞല്ലേ
എന്നോടുള്ള ദേഷ്യം എന്റെ അനിയത്തിയോട് കാണിക്കരുതെന്ന്. അയ്യോ ദേഷ്യപ്പെടല്ലേ, സമാധാനിക്കേ. ആരാ ഇവിടെ ഇപ്പൊ ദേഷ്യം കാണിച്ചത്? ദേ നോക്ക്, കുടുംബം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചില വാക്ക് തർക്കമൊക്കെ ഉണ്ടാവില്ലേ? ഞാൻ എന്തെങ്കിലും പറഞ്ഞു കാണും. ഇവളത് വേറെ രീതിയിൽ തെറ്റിദ്ധരിച്ചായിരിക്കും ഇവിടെ വന്നത്. എന്റെ പ്രിയപ്പെട്ട മരുമോളെ, വാ നമുക്ക് പോകാം. ഇവ ഒരുത്തൻ, വാ മോളെ. അമ്മോ, അളിയാ നിങ്ങൾ പൊയ്ക്കോ, ഞാൻ പുറകെ വണ്ടി ഉരുട്ടി വരാം. ഈശ്വരനെ തന്നാലുണ്ടല്ലോ. പിടിയടാ അങ്ങോട്ട്. വാ മോളെ, കേറ്. അച്ഛനത് എന്താ പറ്റിയത്? ആദ്യം വണ്ടിയിലോട്ട് കേറ്. അളിയാ ഞാനോ? സൂട്ട് കേസും തലയിൽ വെച്ചോണ്ട് വാടാ. നീ കേറ് മോളെ. അമ്മേ വിശക്കുന്നു, വാ അമ്മേ. ആ ശരി, ഇതാ വരുന്നു. പോ. ഇവള് ആള് കില്ലാടിയാണ്. ഞാൻ അവളോട് മോശമായിട്ട് പെരുമാറിയത് കണ്ട് ഇവള് സന്തോഷിക്കുകയാണോ അതോ എന്നെ കണ്ടിട്ട് ഇവള് പേടിച്ചു നിൽക്കുവാണോ? ദൈവത്തിന് തന്നെ അറിയാം. മുത്തശ്ശ, വാ നമുക്ക് അകത്തേക്ക് പോ. സിറ്റി വുമൺസ് പോലീസ് സ്റ്റേഷനിലെ വനിതാ ഓഫീസറല്ലേ? ആദ്യം അകത്തേക്ക് പോയട്ടെ. തുളസി, എന്റെ മങ്കിക്കപ്പ എവിടെയാ വെച്ചിരിക്കുന്നേ? അയ്യോ, നീ ഇതിനകത്ത് വന്ന് എന്തോ ചെയ്തോണ്ടിരിക്കുക? അയ്യോ, നമ്മുടെ പൊന്നു എന്നെ ഹോളിൽ കിടന്ന് ഉറങ്ങാൻ സമ്മതിക്കുന്നില്ല. അതിനു വേണ്ടി റൂം ക്ലീൻ ചെയ്യുന്നേ. ഞാൻ ഈ റൂമിൽ കിടന്നാലേ അവരവരുടെ റൂമിൽ കിടക്കൂ. കുഴപ്പമില്ല, ചില സമയത്ത് നിന്റെ ബുദ്ധിയും ജോലി ചെയ്യുന്നുണ്ട്. അത് പോട്ടെ. ഒളിച്ചോടി പോയോളൂ വന്നപ്പോ നിനക്കൊന്നും തോന്നിയില്ലേ? അത് പിന്നെ അവളുടെ അമ്മായിച്ചൻ വന്ന് കൂട്ടിക്കൊണ്ട് പോയല്ലോ. ഒരു കുടുംബമായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. എല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് തന്നെ പോകണല്ലോ. നീ പറഞ്ഞത് ശരിയാ തുളസി. ഒരു പ്രായത്തിലെത്തിയാ പിന്നെ അവരവരുടെ ജീവിതത്തിന് അവരോട് തന്നെയാ ഉത്തരവാദി. മുത്തശ്ശ, ഇതാ മുത്തശ്ശന്റെ മങ്കി ക്യാപ്പ്. സോഫയുടെ മുകളിലുണ്ടായിരുന്നു. ഓ, അവിടെ ഉണ്ടായിരുന്നോ? ഈ മങ്കി, ഈ ക്യാപ്പേ മുത്തശ്ശന് നല്ല പോലെ സ്യൂട്ടാവും. എന്നെ പഠിപ്പിക്കാൻ വന്നിരിക്കുന്നു. അമ്മേ, ഞാൻ യെല്ലോ കളർ ഷർട്ട് അയൺ ചെയ്യാൻ പറഞ്ഞപ്പോ അമ്മ ബ്ലൂ കളർ ഷർട്ട് അയൺ ചെയ്ത് വെച്ചിരിക്കുന്നത്. കളർ പോലും അമ്മയ്ക്ക് അറിയില്ലേ? നാളെ എനിക്ക് ആ ഷർട്ട് തന്നെ ഇട്ടിട്ട് പോകണം. അതുകൊണ്ട് അത് റെഡിയാക്കി വെക്കാം. അങ്ങനെയാണോ അപ്പോ? സോറി, എനിക്കത് അറിയില്ലായിരുന്നു. ഏതാണെന്ന് വെച്ചാൽ എടുത്തു വെക്കേ, ഞാൻ പിന്നീട് അത് ചെയ്തോളാം. ഹേ സിദ്ധാർത്ഥ്, എന്റെ കുർത്ത അയൺ ചെയ്യണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. ഒരു കാര്യം ചെയ്യാം, ഇന്ന് നിന്റെ ഷർട്ട് ഞാൻ നിനക്ക് അയൺ ചെയ്തു തരാം. എന്റെ കുർത്ത നീ അയൺ ചെയ്തു തരണം. നമ്മളാരാ നന്നായി ചെയ്തെന്ന് നോക്കാലോ. ഓക്കെ അല്ലേ? പൊന്നു, അത് ഞാൻ ചെയ്തോളാം. ഓക്കെ അല്ലേ? ഇത്രേ ഉള്ളൂ. ചാലഞ്ച് അക്സെപ്റ്റഡ്. ഒരു 5 മിനിറ്റ് ടൈം താ, ഞാൻ ഇപ്പൊ വരാം. ഓക്കെ? അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഉറക്കം തൂങ്ങിക്കൊണ്ട് ജോലി ചെയ്യിപ്പിക്കാൻ ഈ ആൾമാറാട്ടക്കാരി ഭാര്യ തന്നെയാ നല്ലത്. നടക്കട്ടെ നടക്കട്ടെ നടക്കട്ടെ. ശരി അമ്മേ, ഞാനിപ്പോ എന്താ ചെയ്യണ്ടേ പറ. പൊന്നു, ഈ ഒരു റൂം മാത്രമേ ക്ലീൻ ചെയ്യാനുള്ളൂ. നീ പോ, ഞാൻ ചെയ്തോളാം. അങ്ങനെയുള്ള ഒരു വലിയ ജോലിയും പറയരുത്. ഈ തുണി കൊണ്ട് തുടച്ചാ മതിയോ? നമ്മുടെ വീട്ടിലാരാമേ ഫോട്ടോഗ്രാഫർ? എവിടെ? ഇത് സിദ്ധാർത്ഥിന്റെ അച്ഛന്റെയാ. ഇതില് അപ്പുവിന്റെയും സന്ധ്യയുടെയും എത്ര ഫോട്ടോ എടുത്തെന്നറിയോ? സിദ്ധാർത്ഥിനോട് നോക്കാൻ പറയാം.
ഇതിപ്പോ വർക്ക് ആവുന്നുണ്ടെന്ന് അറിയാലോ. ആ ഏയ് സൂക്ഷിച്ച്. എന്താ ചേട്ടാ? എന്താ ഏട്ടൻ എന്താ പറ്റിയേ? ഏട്ടത്തി കണ്ണൂർക്ക് എടുത്തി, കണ്ണൂർക്ക്. അയ്യോ എടുത്തി. നിന്റെ അച്ഛൻ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും നടക്കില്ലായിരുന്നു. ആദി, ഇരിക്കാതി, വാ. ആദി, ഇവിടെ ഇരിക്ക്. ഒരു കാര്യം ചോദിക്കട്ടെ? ഒരു തമാശ കേട്ട നീ എത്ര തവണ ചിരിക്കും? ഒരു തവണ. ഒരു ദുഃഖവാർത്തയ്ക്ക് നീ എത്ര തവണ കരയും? അന്ന് നടന്നത് ആക്സിഡന്റാ. നിന്റെ അമ്മ നമ്മളെ വിട്ടുപോയി, ഇനി ഒരിക്കലും തിരിച്ചു വരില്ല. എത്ര വർഷങ്ങൾ കടന്നുപോയിരിക്കുന്നു. ഇപ്പോഴും നീ പഴയ കാര്യങ്ങൾ ആലോചിച്ച് ഇങ്ങനെ ദേഷ്യപ്പെട്ടിരുന്നാൽ എന്താ കാര്യം? നിന്റെ അച്ഛന്റെ ചോദ്യം ഇത് തന്നെ ആയിരിക്കും. എന്ന് നടന്നതായാലും അത് സത്യമാണ്. അതിൽ നഷ്ടമായവർ ഒരിക്കലും മറക്കാൻ കഴിയാത്ത ആളാണ്. എന്റെ മടിയിൽ കിടന്ന എന്റെ അമ്മ ഈ ലോകത്തുനിന്ന് പോയത് അഥവാ മനുഷ്യൻ കാരണം. ഓരോ ദിവസവും ഓരോ നിമിഷവും ആ മനുഷ്യൻ എന്റെ മുമ്പിൽ വരുമ്പോഴെല്ലാം ആ ആക്സിഡന്റ് മാത്രം എന്റെ മനസ്സിൽ വരുന്നത് മറക്കാൻ കഴിയുന്നില്ല. എനിക്കും അത് തന്നെയാണ് ആവശ്യം. നീ അത് മറന്നാലും ഞാൻ നിന്നെ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കും. മനുഷ്യരാവുമ്പോ തെറ്റ് ചെയ്യുന്നത് സ്വാഭാവികമാണ്. നിന്റെ അച്ഛൻ മനഃപൂർവ്വം ഇതൊന്നും ചെയ്തതല്ല. ഡ്രൈവർ ഉണ്ടായിരുന്നു, ഇളയച്ചനുണ്ടായിരുന്നു, ആരെങ്കിലും ഡ്രൈവ് ചെയ്യുമായിരുന്നല്ലോ. എന്നിട്ട് അയാൾ ഡ്രൈവ് ചെയ്യേണ്ട കാര്യം എന്തായിരുന്നു? എന്നിട്ടും വണ്ടി എടുത്തെങ്കിൽ അത് മനഃപൂർവ്വം ചെയ്തത് തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ നിന്റെ അച്ഛനെ നീ ഒരിക്കലും മാപ്പ് കൊടുക്കില്ലേ? അല്ല ഇളയമേ, എങ്ങനെയാ ഇളയമ അയാളോട് ക്ഷമിക്കാൻ പറയുന്നേ? ഇളയച്ചന്റെ അവസ്ഥ കണ്ടിട്ട് വിഷമം തോന്നില്ലേ? സത്യം പറയേ. വിഷമം ഇല്ലാതിരിക്കോ? ദിവസവും ഞാൻ ചോദിക്കുന്നുണ്ട്, ദൈവമേ, ഭർത്താവ് ഉണ്ടായിട്ടും എനിക്ക് ഇങ്ങനൊരു ജീവിതം തന്നത് എന്തിനാണെന്ന്. നിങ്ങളുടെ വിഷമത്തിന് കാരണം ദൈവമല്ല, അയാളാണ്. ഇത്രയും നടന്നതിന് ശേഷം അയാളെ തലയിലെടുത്ത് വെക്കുന്നത് ഇളയമ്മയുടെ നല്ല ഗുണം കൊണ്ടാ. ഒന്ന് കേട്ടോളൂ, ഞാൻ ഇളയമ്മയെ പോലെ നല്ലവനല്ല, ആകാനും പോകുന്നില്ല. ഇളയമ്മ ഇവിടെ ഉള്ളത് കൊണ്ട് മാത്രമാണ് ഞാനും ഇവിടെ നിൽക്കുന്നത്. ഇല്ലായിരുന്നെങ്കിൽ പൂർണ്ണിമയും കൂട്ടി ഞാൻ എന്നേ വേറെ വീട്ടിലേക്ക് മാറിയേനെ. എന്തിനാ മോനെ വേറെ വീടെന്നൊക്കെ നീ പറയുന്നത്? ഓരോ ദിവസം കഴിയുന്തോറും ബന്ധങ്ങൾ ഒന്നിപ്പിക്കാൻ ശ്രമിക്കണം, മുറിച്ചു മാറ്റാനല്ല. ഇളയമേ പ്ലീസ്, അച്ഛന്റെ മകന്റെ സ്നേഹത്തെക്കുറിച്ചാണ് പറയാൻ വരുന്നതെങ്കിൽ ഐ ആം സോറി. ആ ബന്ധത്തിന്റെ ആയുസൊക്കെ എന്നേ പോയി. വീണ്ടും അത് പുനഃസ്ഥാപിക്കാൻ ശ്രമിക്കരുത്. ഞാൻ പറഞ്ഞത് ഇളയമയ്ക്ക് ഹേർട്ട് ചെയ്തെങ്കിൽ ഐ ആം സോറി. ഹേർട്ട്? അതിന് ചാൻസേ ഇല്ല. ഇപ്പോഴാ എന്റെ മനസ്സിനൊരു സമാധാനം കിട്ടിയത്. നിന്റെ അച്ഛനെ നരകം കാണിക്കാൻ ഇനി മറ്റൊരു വില്ലന്റെ ആവശ്യമേ വരില്ല. നീയും നിന്റെ അനുജനും രണ്ടുപേരും മതി. സിദ്ധാർത്ഥ്, ഈ ക്യാമറ വർക്കിംഗ് കണ്ടീഷനിലാണെന്ന് നോക്കിയേ. സിദ്ധാർത്ഥ്, എന്താ കാണിക്കുന്നത്? വീട് ഇത് ഹോളാണ്, ആരെങ്കിലും കാണും. സോ വാട്ട്, നമ്മളെ ഇപ്പൊ ഭാര്യ ഭർത്താക്കന്മാരാ. അതുകൊണ്ട് ഹോളിൽ നിന്ന് ഇങ്ങനെയൊക്കെ ചെയ്യാമോ?
പിന്നെ എന്ത് ചെയ്യാനാ, നമുക്കിവിടെ പ്രൈവസി എന്ന് പറഞ്ഞ സാധനം ഇല്ലല്ലോ. അതിന് ഞാനൊരു പ്ലാൻ കണ്ടുവച്ചിട്ടുണ്ട്. നാളെ ലഞ്ചിന് നമുക്ക് നമ്മുടെ ഫേവറേറ്റ് പ്ലേസിൽ പോവാം. എന്താ ഓക്കെ ആണോ? ഫേവറേറ്റ് പ്ലേസിലോ? എവിടെയെന്ന് ചോദിച്ചാൽ നല്ല ഇടി വെച്ചുതരും. എവിടെയെന്ന് ഞാൻ ചോദിച്ചില്ലല്ലോ. നമ്മുടെ ഫേവറേറ്റ് പ്ലേസ് എനിക്ക് അറിഞ്ഞൂടെ? എടാ ഉറക്കം തൂങ്ങി. എന്റെ മുത്തച്ഛന്റെ പേര് ദത്ത നിട്ടതിന് പകരം വല്ല കട്ടുറുമ്പ് നിട്ടാ മതിയായിരുന്നു. എപ്പോഴും സ്വർഗത്തിനിടയിൽ കട്ടുറുമ്പ് വരുന്ന പോലെ കയറി വന്നുകൊണ്ടേയിരിക്കും. സിദ്ധാർത്ഥേ, സിദ്ധാർത്ഥേ. ആ, എന്നെ കൊണ്ട് എന്തോ ആവശ്യമുണ്ടെന്ന് തോന്നുന്നല്ലോ. എടാ നിനക്കിതെങ്ങനെ മനസ്സിലായി? അല്ല, സിദ്ധാർത്ഥൻ തന്നെ എത്ര ഭംഗിയായിട്ട് മുത്തച്ഛൻ വിളിക്കുന്നു, അങ്ങനെ മനസ്സിലാക്കിയതാ. അത് പോട്ടെ. ഇതാ നോക്ക്, വീട്ടിൽ എന്തെങ്കിലും പഴയ സാധനങ്ങൾ ഉണ്ടെങ്കിൽ എടുക്കുമെന്ന് വാർത്ത വന്നിരിക്കുന്നു. അത് വാർത്തയൊന്നുമല്ല മുത്തച്ഛൻ. മുത്തച്ഛന്റെ ഫോണിൽ തന്നെ. ഫോണാ? എന്റെ ഫോൺ എന്തിനാടാ? എടുക്ക് പറയാം. ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് ആ, വീട്ടിൽ എന്തെങ്കിലും ഉപയോഗിക്കാത്ത സാധനങ്ങൾ ഉണ്ടെങ്കിൽ അതിന്റെ ഒരു ഫോട്ടോ എടുത്ത് പ്രൈസ് എത്രയാണെന്ന് നമ്മൾ കോട്ട് ചെയ്താൽ അത് വേണ്ട ആൾക്കാർ വാങ്ങിക്കും. ദേ കണ്ടോ, ആപ്പ് ഡൗൺലോഡായി. ഓ ഇങ്ങനെയൊക്കെ ഉണ്ടല്ലേ. ഉപയോഗിക്കാത്ത സാധനങ്ങൾ എന്തുണ്ടെങ്കിലും കൊടുക്കാം അല്ലേ? അതെ മുത്തച്ഛ. എടാ ഇങ്ങോട്ടൊന്ന് നോക്ക്. ഏയ് മുത്തച്ഛ എന്തായി കാണിക്കുന്നേ? അതല്ലേടാ പറഞ്ഞത്, ഉപയോഗമില്ലാത്ത സാധനം എന്തുണ്ടെങ്കിലും ഫോട്ടോ എടുത്തിടാൻ. മുത്തച്ഛ പാവന്ന് കരുതി എല്ലാം പറഞ്ഞു തന്നപ്പോ മുത്തച്ഛ എനിക്കിട്ട് തന്നെ പണിയാൻ നോക്കുന്നു. കോമഡി പറഞ്ഞല്ലേടാ. നിന്നെ ഓസിന് കൊടുക്കാന്ന് പറഞ്ഞാൽ പോലും ആരും വന്ന് വാങ്ങിക്കൊണ്ടു പോകില്ല. വേണമെങ്കിൽ എന്റെ ഒരു ഫോട്ടോ ഇട്ട് കൊടുക്കും മുത്തച്ഛ. അതിനുശേഷം പിന്നെ പെണ്ണുങ്ങളുടെ ക്യൂ ആയിരിക്കും ഇവിടെ. അവരെ മുത്തച്ഛനെ കൺട്രോൾ ചെയ്യാൻ പറ്റുമോ? അതെ അതെ, ഈ ഉറക്കം തൂങ്ങിക്ക് ഈ പെണ്ണിനെ കിട്ടിയത് തന്നെ ഭാഗ്യം. മറ്റു പെണ്ണുങ്ങൾക്കൊന്നും ബുദ്ധിയില്ലെന്നാണോ? ഇവിടെ ഉറക്കം തൂങ്ങി. ഇതാ നോക്ക്, ഇങ്ങനെ തന്നെയാണ് ഇടേണ്ടത്. അങ്ങനെയല്ല മുത്തച്ഛ. ഇവിടെ അപ്ലോഡ് എന്ന് പറഞ്ഞ് കാണുന്നില്ലേ, അവിടെ ഫോട്ടോ ഇടണം. താഴെ എത്ര രൂപ ഇടണം. അയ്യോടായി, ഇത്രേ ഉള്ളോ? ഇത്രേ ഉള്ളൂ എന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാനിത് എപ്പോഴേ ചെയ്തേനെ. ഓ അതെ അതെ, വീണെടുത്ത് കിടന്നങ്ങ് ഉരുണ്ട് കളിക്കുക. നീ നോക്കിക്കോടാ, നിന്റെ മുത്തച്ഛൻ ഇനിമേൽ കോടീശ്വരനാകാൻ പോകുന്നത് എങ്ങനെയാന്ന് കണ്ടോ. കാണുന്നതെല്ലാം വിറ്റു തൊലയ്ക്കും. ആ പൂർണിമ, സമയത്തിന് നീ ആഹാരം കഴിച്ചില്ലെങ്കിൽ ഞാൻ നിന്നോട് സംസാരിക്കത്തേ ഇല്ല. എത്രയൊക്കെ വിഷമമുണ്ടെങ്കിലും ഒരിക്കലും ആഹാരം കഴിക്കാതിരിക്കരുത്, മനസ്സിലായോ? ഓഹോ, ഇന്ന് നീ അമ്മായി അച്ഛനും ഞാൻ മരുമകളുമാ. യെസ്. എങ്ങനെയുണ്ടായിരുന്നു എന്റെ അഭിനയം? നന്നായിട്ടുണ്ട്. ചില സന്ദർഭങ്ങളിൽ സത്യസന്ധനായിരിക്കുന്നതിനേക്കാൾ നല്ലത് അഭിനയിക്കുന്നതാ. എന്തായാലും ഞാനൊന്നും മനസ്സിൽ വെച്ച് സംസാരിക്കില്ല, പക്ഷെ എല്ലാം മനസ്സിൽ സൂക്ഷിച്ചു വെക്കും. എല്ലാവരോടും സമയത്ത് ആഹാരം കഴിക്കാൻ പറയാറില്ല അച്ഛൻ. എന്നിട്ട് അച്ഛൻ മാത്രം എന്താ ഫുഡ് കഴിക്കാതിരിക്കുന്നെ? വിശപ്പില്ല പൂർണി. അച്ഛൻ കള്ളം പറയാണെന്ന് എനിക്ക് മാത്രമല്ല, അച്ഛന്റെ പേരക്കുട്ടിക്കും അറിയാം. കയ്യും കാലം അനക്കിക്കൊണ്ടിരിക്കുക. നന്നായിട്ട് ശ്രദ്ധിക്കണമെന്നാ പറഞ്ഞ. വേറെ എന്തു പറയുന്നു എന്റെ പേരക്കുട്ടി? ഓഹോ, അങ്ങനെയാണോ? ഓക്കെ ഓക്കെ. അച്ഛനെ ശ്രദ്ധിക്കാത്തതിന് എന്നോട് വഴക്ക് പറയാ. ഒരു ഗ്ലാസ് പാല് കൊടുക്കാൻ പറഞ്ഞു.